E4. E4, E5. Knight to this. Knight F3. Not what Bishop C4. Copy the catch. Castles King 5. ഹിന്ദിക്കാരൻ പറയണത് Rook E1. E6 double pressure. അത് സാധാ മതി തന്നെയല്ലേ. ജസ്റ്റ് കൗണ്ട് ഡെവലപ്പേഴ്സ്. D3. എന്തൊക്കെയാണ് വേറൊരു വ്യത്യാസം ചെയ്യുന്നുണ്ട്. ക്യാൻസൽ ചെയ്യുന്നു. നമ്മളെന്തെങ്കിലും വീക്ക് ഉണ്ടോ? Bishop G5. ജസ്റ്റ് വാട്ട് ഐ വുഡ് ഹാവ് പ്ലേഡ്. ഇങ്ങനെയും കളിക്കാം. ഓൻ ചെയ്യുന്നതിനനുസരിച്ച് ചെയ്യാം. ഇതെന്തല്ലേ ഫുൾ Bishop കോപ്പി takes കേട്ടെ. F6. Oh dude, I have to take first. Otherwise it would be problematic. He can just push or he can move the queen. Knight BD2. I don't really want to gear. I am വലിയ കാര്യം തന്നെ തോന്നുന്നില്ല. അത് എടുത്താലും ഇപ്പം എന്തായാലും നമുക്ക് ഇതുകൊണ്ട് എടുക്കാം, കീഴോണ്ട് എടുക്കാം. കിങ്ങിനെ പിന്നെ ഇതാ കാര്യമുണ്ട്. അപ്പോൾ പോണോണ്ട് തന്നെ നമുക്ക് എടുക്കേണ്ടി വരും. അപ്പോൾ ഡബിൾ പോണാവും. അല്ലെങ്കിൽ ഇതുകൊണ്ട് എന്താ കാര്യം? If he takes, I take. So അവൻ്റെ നൈറ്റ് ഉണ്ട്. It will be advantages to him. എൻ്റെ പോണിനെ ഇപ്പോൾ ഇത് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതും പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാൻ നൈറ്റിനെ ഇങ്ങോട്ട് ഹോപ്പ് ചെയ്താൽ ഇങ്ങനെ വേണമെങ്കിൽ ട്രേഡ് ചെയ്യാം. ഇവർക്കൊരു കൺട്രോൾ കിട്ടും, ഇവർക്കും കിട്ടും. I don't know what should I do. ഇതിൻ്റെ ലക്ഷ്യം എന്താ? എൻ്റെ ബിഷപ്പിനെ കിക്ക് ചെയ്യാനാണ്. അപ്പോൾ should I even care? ബിഷപ്പിനെ കിക്ക് ചെയ്യാനാണല്ലോ. ദിസ് ഈസ് എ ഗുഡ് മൂവ്. ചിലപ്പോൾ നീ ബിഷപ്പിനെ ട്രേഡ് ചെയ്താൽ എന്തെങ്കിലും ഉണ്ടാവുമോ? ട്രേഡ് ചെയ്താൽ ഒന്നുകൂടി ഓപ്പൺ ആവും തോന്നുന്നു അല്ലേ? ബിഷപ്പിനെ ട്രേഡ് ചെയ്യാം. നമുക്ക് എന്തായാലും ബിഷപ്പില്ലല്ലോ. ടൈം നമ്മൾ കുറേ ടൈം അതാ അവൻ നൈറ്റ് കൊണ്ട് എടുത്തത്. ഇപ്പോൾ എൻ്റെ ഇതിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ഇങ്ങോട്ട് വെച്ചാൽ ഇനി അവന് ഇതിനെ പുഷ് ചെയ്യുമ്പോൾ ഇതിന് അറ്റാക്ക് കൂടും. This is not good. Oh no. What should I do? ഇതിനെ അറ്റാക്ക് ചെയ്യണ്ടല്ല. ഇതിൻ്റെ ഫോണുണ്ടല്ലോ, കുഴപ്പമുണ്ടാവില്ല. കാരണം എന്തെങ്കിലും ഒന്ന് ഹാങ് ചെയ്യുന്നുണ്ടോ? ഈ ഫോണ് പൊട്ടത്തലാണ്, ഇതും പൊട്ടത്തലാണ്. നോക്കുമ്പോൾ ഇങ്ങോട്ട് കളിക്കാനാ പോയി. പക്ഷെ അതിന് പ്രത്യേകിച്ചൊരു ഇതില്ലേ. ഇങ്ങോട്ട് കളിക്കുന്നു, ഞാൻ ഇങ്ങോട്ട് ബാക്കൊക്കെ പോകുന്നു, അതുകൊണ്ട് എടുക്കുന്നു. ഐ വിൽ ബി ഫോഴ്സ് ടു ഡു ദിസ്. ഇങ്ങോട്ട് പോകാൻ പറ്റില്ല. ഞാൻ ഇതിനോട് അറ്റാക്ക് ചെയ്തിരുന്നു. ഓൻ പോണോണ്ട് എടുക്കുന്നു, ഞാൻ എന്തുകൊണ്ട് എടുക്കുക? ഐ ഹാവ് നത്തിങ്. ഇങ്ങോട്ട് ആക്കാല്ലേ? അയ്യോ, ഈ ഫോണ് വീക്കാം. എന്താ ഇതൊന്നും കളിച്ചാൽ പറ്റൂലേ? ഇങ്ങോട്ട് വെച്ചാൽ കറീനെ ശരിക്ക് ആദ്യം തന്നെ ഇങ്ങോട്ട് വെച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അല്ല, എനിക്കിതിന് തടഞ്ഞൂടെ? ആദ്യം ഇങ്ങോട്ട് വെക്കുക. ഹീ ക്യാൻ ഇഫ് ഹി പുഷ് ഐ ക്യാൻ ടേക്ക്. ഇതെന്താണ് ചെയ്യത്? ആലോചിക്കണ കൂടി ഇല്ലാന്നോ? ഞാൻ അത്ര ടൈം എടുത്തൂലേ. പക്ഷേ ടൈം എടുത്താലും വേണ്ടിയില്ല, ചെസ്സല്ലേ, ടൈം കൊടുക്കേണ്ടി വരും. ഇങ്ങോട്ട് പോകാനേനും ആഗ്രഹം. പക്ഷേ ഇവിടെ നല്ല പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഓണർ നല്ല വീക്കാണ്, ഇതിനൊന്നും പ്രൊട്ടക്റ്റ് ചെയ്യണില്ല. ഈ റുക്കിനെ കണക്ട് ചെയ്ത് ഓപ്പൺ ഫയലിലേക്ക് കൊണ്ടുവരണം. ഈ പോണ പുഷ് ചെയ്യണം. ഒന്നും ചെയ്തിട്ടില്ല, ടൈമില്ല. ഓൻ 8 മിനിറ്റ് ഉണ്ട്, 6 മിനിറ്റ് 49 സെക്കൻഡുള്ളൂ. ഫിറ്റ് ഓനിനി എടുത്തു, ഞാൻ അതിലെടുക്കുന്നു. ഇതുകൊണ്ട് എടുക്കുന്നു, അല്ലെങ്കിൽ റുക്കൊണ്ട് എടുക്കണോ? റുക്കൊണ്ട് എടുക്കണം. റുക്കൊണ്ട് കണക്റ്റ് ആയിരുന്നോട്ടെ. റുക്കൊണ്ട് എടുക്കുന്നു, നൈറ്റ് കൊണ്ട് എടുക്കുന്നു, അല്ലെങ്കിൽ റുക്കൊണ്ട് എടുക്കണം. എന്നിട്ട് ഇതിനെങ്ങോട്ട് കൊണ്ടുവരണോ? എന്നിട്ട് ഇപ്പോൾ എടുക്കുമ്പോൾ ഞാൻ അതെന്തോ എടുക്കുന്നു, ഈ പോണിനെ ഹിറ്റ് ചെയ്യുന്നു. ചിലപ്പോൾ റുക്കൊണ്ട് എടുക്കുക കാരണം നല്ലത്. അല്ല, ഞാൻ എന്തിനാ ഇതുകൊണ്ട് എടുക്കേണ്ട കാര്യം? ഓൻ ഇതിന് നീക്കല് ചെയ്യുക. അപ്പം ഞാൻ എടുക്കുന്നു, ഓൻ ഇതിനെടുക്കുന്നു, ഞാൻ ഇതിനെടുക്കുന്നു, നമ്മുടെ റുക്കുകൾ തമ്മിൽ കാണുന്നു. ഞാൻ നല്ല ഇമ്പോർട്ടൻ്റ് ആട്ടോ ഫോണ്. അതാ അങ്ങോട്ട് വിഷ് ചെയ്യുന്ന വരെ ഇങ്ങോട്ട് വിഷ് ചെയ്തു. ഇതെന്തെങ്കിലും വീക്ക്നെസ് ഉണ്ടാക്കിയിട്ടുണ്ടാവുമല്ലോ. ഇറ്റ് ഷുഡ് ഹാവ് ക്രിയേറ്റഡ്. ഓൻ ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, ഈ സ്ക്വയർ കൺട്രോൾ ചെയ്യുന്നു. ഓനക്ക് എന്തിനും ഇങ്ങോട്ട് നീക്കാനാണോ? ഞാൻ ചിലപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇതൊന്ന് നീക്കി കൊടുക്കാം, എന്നാൽ ഇതിന് പ്രൊട്ടക്ഷൻ കിട്ടിക്കൊണ്ടില്ലേ. എന്തെങ്കിലും ഇതിൽ പിന്നിലുണ്ടോ? അതൊന്നും പ്രത്യേകിച്ചൊന്നും ഓപ്പൺ ആക്കണമെന്നില്ല. ഇല്ലല്ലോ. ഞാൻ വിചാരിച്ചതന്നെ. അപ്പം എനിക്ക് ഇങ്ങോട്ട് നീങ്ങാം. ഇങ്ങോട്ട് നീങ്ങിയിട്ട് പക്ഷേ അതിൻ്റെ എന്താ കാര്യം എന്നറിയണ്ടേ? ഇങ്ങോട്ട് നീങ്ങാൻ എന്താണ് നല്ലത്? ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ടൈമില്ല, ടൈം ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങോട്ട് നീങ്ങിയാൽ എന്തിനും ടീമിൻ്റെ പ്രൊട്ടക്റ്റഡ് ആയിട്ടില്ല. അപ്പോൾ സെൻറ്ററിൽ നീങ്ങുന്നതാണ് നല്ലത്. ട്രേഡ് ചെയ്യുന്നത് നമുക്ക് വിരോധമൊന്നുമില്ല. ഞാൻ അതൊന്നും എടുക്കുന്നു. അവൻ്റെ റുക്കിനെ ആക്ടിവിറ്റി ഉണ്ട്. ഹി ഹാസ് ടു മൂവ് ദാറ്റ്. അയ്യോ,
ഈ Rook E2. വാട്ട് ബ്രോ Queen എന്താണ് takes A1. ഈസ് ടാർഗറ്റിംഗ് ദിസ് അതുകൊണ്ട് പ്ലാന് മാറിയുണ്ട് അല്ലേ ഓൻ ചെയ്തത് കണ്ടാൽ ഓൻ വിചാരിച്ച് ചെയ്ത മാറിയുണ്ട് H3. ടൈം ഞാൻ 5:42 Rook E3. നൗ വി ആർ 2.3 എന്ന് പറയുമ്പോൾ ഷെടാ ഇതാകെ ക്ലോസ്ഡ് ആടാ ഞാൻ എന്താ നീക്കുക എല്ലാതും ഇപ്പോൾ നല്ല രീതിയിലാണ് എങ്ങനെ നീക്കിയാലും പോൺ സ്ട്രക്ചർ വീക്കാവും നമ്മൾ ഇതിലൊപ്പം കൊണ്ടുവരണോ ഈ പോണിനുള്ള വീക്ക്നെസ് ഇല്ലത് Rook F3. ഓ നോ can't give that ഓ ഇത് ഡേഞ്ചർ ആവുണ്ട് ഓനക്ക് ഓൻ്റെ നൈറ്റ് ഉണ്ട് പക്ഷെ അപ്പം എനിക്ക് എങ്ങനെ എനിക്കൊരു റുക്ക് ഉണ്ട് അതാണ് പക്ഷെ 2 പോയിന്റ് ഉള്ളിൽ അപ്പോൾ എൻ്റെ Rook കുറേ takes പോയിന്റ് F7. ഇപ്പം എൻ്റെ ഇങ്ങോട്ട് എടുക്കാൻ പറ്റുമെന്നില്ല വിചാരിച്ചു ബ്രോ എന്തിയാ കാട്ടിയത് എനിക്ക് ഇങ്ങോട്ട് എടുക്കാമല്ലോ എന്തോ ഒരു ബ്ലണ്ടർ ആക്കിട്ടോ അതോ ഇനി എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ Queen D1. Queen D1 protects that. Queen D1 ന് എന്തെങ്കിലും പ്ലാൻ ഉണ്ട് പറയാം Queen F3 check. Jack. And he protects the square. Bad. അയ്യോ ഞാൻ ഇതിനെ പുഷ് ചെയ്യുകയാണെങ്കിൽ എടുക്കാം ഇതിനെ പുഷ് ചെയ്യാം പുഷ് ദിസ് ഇനിയിപ്പോൾ ഇങ്ങനെ ചെക്ക് കൊടുക്കാം അവർക്ക് ഇങ്ങോട്ട് നീങ്ങേണ്ടി വരും ഇതിനാണ് ഓൻ്റെ വീക്ക് ഇത് അടിപൊളി പോൺ സ്ട്രക്ചർ അല്ലേ എന്തായാലും അങ്ങനെ കളിച്ചിട്ടുണ്ടാവില്ല Black wins by resignation. താങ്ക് യു ബ്രോ താങ്ക് യു ഐ ആം വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ദോസ് ഫോർ ഇസ് ഇനി ഒരു കളിയും കൂടി ഉള്ളൂ എന്ന് പറഞ്ഞിട്ടില്ലത് അല്ല 7 കളിയിൽ 3 കളി ഉണ്ടോ എന്നിട്ട്